ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളെപ്പോലുള്ള മുട്ടാളന്മാരെ നിലയ്ക്ക് നിർത്താനാ പോലീസ് സ്റ്റേഷനിലും ഇതുപോലുള്ള സാറന്മാരുടെ മുറികളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും കാണാനല്ല. നിങ്ങളുടെ പരാക്രമങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനാ. ചന്ദ്രബോസിനൊരു 10ായ മുറി ഉണ്ടെന്നും അതിലുള്ള നിലവിളികൾ കേട്ടാലേ നിങ്ങൾക്ക് ആഹാരം കീഴ്പോട്ടിറങ്ങുന്നും നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവര് തന്നെ നിങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ളവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാഡം, ഞാനൊരു അസിസ്റ്റന്റ് കമ്മീഷണർ. എന്റെ അധികാര പരിധിയിൽ എന്ത് ചെയ്യണോ തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് തന്നെ. അത് ചോദ്യം ചെയ്യാൻ എനിക്ക് സാധിക്കോ? എനിക്ക് സാധിക്കോന്നാ ചോദിച്ചത്. കമ്മീഷണറാ, ശ്രീരഞ്ജിനി എന്ന് പറയും. അധികാര കസേരയിലിരുന്ന് കൊള്ളരുതായ്മ കാണിക്കാൻ ഒരു പോലീസുകാരനും ലൈസൻസ് കൊടുത്തിട്ടില്ല. ഇനി കാണിച്ച ആ ലൈസൻസ് കട്ട് ചെയ്യാന്നുള്ള മഹത്തായ കർമ്മം മാത്രമേ ചെയ്യാനുള്ളൂ. അതെന്നെ കൊണ്ട് താൻ ചെയ്യിക്കരുത്. കൊണ്ടുവാടോ ഓമാരെ. ഇവരെ അറിയോ? ACP ചന്ദ്രബോസിനോടാണ് ചോദിച്ചത് ഇവരെ അറിയോന്ന്. അത് മാഡം, ഇവര് സമ്മതിച്ചിട്ടുണ്ട് നിങ്ങൾ അറിയുന്നു. ചന്ദ്രബോസിനെ മാത്രമല്ല, നിങ്ങളുടെ നീസ് സുസ്മിത ആളെയും അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകൻ ഗുണ്ടാ തലവന്റെ റോള് കൂടി ചെയ്യുന്നു. പോലീസ് ഫോഴ്സിനെ വെല്ലുന്ന ഗുണ്ടാ ഫോഴ്സ്. കേസ് ഏതറ്റം വരെ പോകുന്നറിയോ? നിങ്ങൾ പറഞ്ഞിട്ടാണ് ലോറിയിൽ സ്പിരിറ്റ് വെച്ചതെന്ന് 2 അടി കിട്ടിയപ്പോഴേ ദേ യുവമാര് പറഞ്ഞു. തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നതിനാ ചന്ദ്രബോസെ പോലീസ്. അല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആളെ കൊടുക്കലല്ല. അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന പദവിക്ക് ഒരുപാട് മാന്യതയുണ്ട്. നിങ്ങളായിട്ടത് കളയരുത്. ഇനി സുസ്മിത, എത്രയും പെട്ടെന്ന്. നീതി കിട്ടേണ്ടത് സാധാരണക്കാരുടെ അവകാശമാണ്. അത് കിട്ടുന്നില്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്. അതിൽ തടസ്സം നിൽക്കുന്നവരെ അറുത്തു മാറ്റാനുള്ള അധികാരവും നമുക്കുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. എന്നാലേ ഈ നാട് നന്നാവൂ.